നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ച സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനെയാണ് ആക്രമിച്ചത്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജെട്ടികൾ തയ്യാറായെങ്കിലും ബോട്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. കഴിഞ്ഞ 16 വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജങ്കാർ സർവീസാണ് ഡിസംബർ 31 മുതൽ നിർത്തിവെച്ചത്. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ച സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ച കേസുകളിലെ പ്രതിയാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളഞ്ഞു. തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു. കാറിന്റെ ഗ്ലാസ് തകർത്ത് ശ്രീധരനെ കീഴടക്കുകയായിരുന്നു. തോക്കിൽ 4 തിരകളുണ്ടായിരുന്നു. കർണാടകത്തിലെ പിടികിട്ടാപ്പുള്ളിയായ ശ്രീധരനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 36 കേസുകളിലധികമുണ്ട്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. കേരളത്തിലെ വിവിധ കേസുകളിൽ വാറന്റ് നിലനിന്നിരുന്നു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞു കയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരയുന്നതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച. പണം തട്ടിയത് പോലീസല്ലെന്ന് കുഴൽപ്പണ കടത്തുകാർക്ക് മനസ്സിലാവുമ്പോഴേക്കും ശ്രീധരനും കൂട്ടാളികളും രക്ഷപ്പെട്ടിരിക്കും. സ്ഥിരമായി ഒരിടത്തും തങ്ങാറില്ല. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയത്തിനും എന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ തിരഞ്ഞെങ്കിലും ശ്രീധരൻ വഴുതിപ്പോയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 4ാം താലപ്പൊലി നാളായ വ്യാഴാഴ്ച രാത്രിയിൽ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനെയാണ് ആക്രമിച്ചത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ എടവിലങ്ങുകാര വാക്കടപ്പുറം സ്വദേശി ഇളയാമ്പുരയ്ക്കൽ 21 വയസ്സുള്ള കാർത്തികിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. അഴീക്കോട് മുനമ്പം ഫെറിയിൽ യാത്രാ ബോട്ടുകൾ അടുക്കാൻ ജെട്ടികൾ തയ്യാറായെങ്കിലും ബോട്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന. കഴിഞ്ഞ 16 വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജങ്കാർ സർവീസാണ് ഡിസംബർ 31 മുതൽ നിർത്തിവെച്ചത്. ദിനം പ്രതി ആയിരക്കണക്കിന് തീരദേശവാസികൾ യാത്ര ചെയ്തിരുന്ന ജങ്കാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാൻ അപേക്ഷിച്ചപ്പോഴാണ് ഡ്രൈ ഡോക്ക് സർവേ നടത്താതെ ജങ്കാറിന് ഫിറ്റ്നസ് നൽകില്ലെന്ന് തുറമുഖ വകുപ്പ് നിലപാടെടുത്തത്. അതിനിടെ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം വേഗത്തിൽ നടന്നു വരുന്നതിനാൽ ജങ്കാറിൻ്റെ യാത്ര തടസ്സപ്പെടാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെട്ടു. അങ്ങനെ വന്നാൽ 10 ലക്ഷത്തോളം രൂപ മുടക്കി സർവേ നടത്തുന്നത് പാഴ്ചെലവാണെന്ന് ജില്ലാ പഞ്ചായത്ത് വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫെറിയിൽ യാത്രാ ബോട്ട് സർവീസ് ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. നിലവിലുള്ള ജെട്ടികൾ ബോട്ടുകൾക്ക് അടുക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ജെട്ടികളുടെ ഉയരം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് ആദ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ പണച്ചെലവും സമയവും വേണ്ടിവരുമെന്നതിനാൽ ഇരുഭാഗത്തും സ്ഥലമൊരുക്കി മരം ഉപയോഗിച്ച് താൽക്കാലികമായി ജെട്ടി നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ ബോട്ടിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടി തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം. ബോട്ട് ഉൾപ്പെടെയുള്ള കരാറുകാരനെ
ടെൻഡർ നടപടികളിലൂടെ ലഭിച്ചാൽ ഉടൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ദിനംപ്രതി ആയിരക്കണക്കിന് തീരദേശവാസികൾ യാത്ര ചെയ്തിരുന്ന ജങ്കാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. യാത്രാ ദുരിതം രൂക്ഷമായ അഴീക്കോട് മുനമ്പം ഭാഗത്ത് അടിയന്തരമായി ഫെറി സർവീസ് ആരംഭിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ടർഫ് മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. പറവൂർ ആളംതുരുത്ത് പാറാശ്ശേരിയിൽ വീട്ടിൽ ഷാജിയുടെ മകൻ മുഹമ്മദ് ഷമീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പറവൂർ മുനമ്പം കവലയിലുള്ള ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ ചേർന്ന് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി ഒരു വട്ടിവിത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ 5ാം നാളിൽ വൈകിട്ടാണ് ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം വക ഒരു വട്ടിവിത്ത് താളമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ നിന്നും പുറപ്പെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തിരുനടയിൽ സമർപ്പിച്ചത്. നൂറ്റാണ്ടുകളായുള്ള ഈ പൂർവികാചാരത്തിൽ ഭക്തവനിതകളും ദേശവാസികളും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുജത്തിയായ ആനാപ്പുഴ കുരുമ്പ ഭഗവതി ചേടത്തിയെ കാണാൻ പോകുന്നുവെന്നാണ് സങ്കല്പം. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പുതിരുനാളിന് കൊടിയേറി. ചേലൂർ പള്ളി വികാരി ഫാദർ ജോഷി പാലിയേക്കര കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർ ഐവിൻ വർഗീസ് പുളിക്കൻ, കൈക്കാരന്മാരായ മണി കുരുതുകുളം, ആന്റണി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് രാത്രി അമ്പെഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ കിരൺ തട്ടല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിമേഷ് കാട്ടാശ്ശേരി സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ച സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനെയാണ് ആക്രമിച്ചത്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജെട്ടികൾ തയ്യാറായെങ്കിലും ബോട്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. കഴിഞ്ഞ 16 വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജങ്കാർ സർവീസാണ് ഡിസംബർ 31 മുതൽ നിർത്തിവെച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.